ഹായ് ഡാ മക്കളെ, അപ്പം നമ്മളുടെ USS എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കടാ ഭയങ്കര അടിപൊളിയായിട്ട് ചാപ്റ്ററിലേക്കൊക്കെ കടക്കുന്നതിൻ്റെ മുന്നേ USS എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് നേരത്തെ തന്നെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാനോ മറന്നു പോകാനോ ഒന്നും പാടില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സാധനം നമുക്ക് തന്നിട്ട് നമ്മളോട് ചോദിക്കും അതിൻ്റെ എൻഡിൽ എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ട്, പൂജ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ 2⁻9 × 5⁻7 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ എത്ര സീറോ ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ മക്കൾ ഇത് വലിയ 2⁻9 പിന്നെ × 5⁻7 ഒക്കെ ഒരു 5 മണിക്കൂർ എടുത്ത് ചെയ്തിട്ട് പൂജ്യം എണ്ണാണോ വേണ്ടത്? അല്ല സാറേ, ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒറ്റ നോട്ടം നോക്കിയിട്ട് ഞാൻ പറയും ഇതിൽ 7 പൂജ്യമാണ് ഇതിൻ്റെ എൻഡിൽ ഉണ്ടാകാന്ന്. അപ്പോൾ അത് നിങ്ങൾക്കും പറയാൻ പറ്റണം. ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് ആദ്യം മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാറേ, ഒരു സംഖ്യയെ, ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടോ, ആദ്യത്തെ പ്രൈം നമ്പർ ഏത്? അപ്പോൾ മക്കൾ മനസ്സിലാക്കണം, പ്രൈം നമ്പർ തുടങ്ങുന്ന 2 എന്നാണ്. 1 നമ്മൾ കൂട്ടൂല, 1 പ്രൈം അല്ല. അപ്പോൾ 2-ൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. 2 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ നോക്കുമ്പം 2-ന് ഏതൊക്കെ സംഖ്യ കൊണ്ടായിരിക്കാം? 2 കൊണ്ടും ആയിരിക്കാം, പിന്നെ 1 കൊണ്ടും ആയിരിക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല സാർ. അപ്പോൾ 2 എന്താണ്? പ്രൈം നമ്പർ ആണ് സാറേ. ഇനി 3 എന്ന് പറഞ്ഞ നമ്പർ നോക്കുമ്പോൾ 3-നെ നമുക്ക് 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ ആയിരിക്കാൻ പറ്റൂ, 3 പ്രൈം ആണ് സാറേ. 4 എന്ന് പറഞ്ഞ നമ്പർ നോക്കുമ്പോൾ 1 കൊണ്ടും 4 കൊണ്ടും മാത്രമാണോ ഇതിനെ ഹരിക്കാൻ പറ്റുക? അല്ല സാറേ, 2 കൊണ്ടും കൂടി പറ്റും അല്ലേ? പറ്റും. അപ്പോൾ 1 കൊണ്ടും 4 കൊണ്ടും മാത്രമാണോ പറ്റുക? അല്ല സാറേ. അപ്പോൾ ഇതെന്തല്ല? പ്രൈം അല്ല. അടുത്ത ഏതാ സാറേ? അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ഉണ്ട്, 6 ഇല്ല, 7 ഉണ്ട്, 8 ഇല്ല, 9 ഉണ്ടോ? 1 കൊണ്ട് 9 കൊണ്ട് മാത്രമാണോ 9-നെ ഹരിക്കാൻ പറ്റുക? അല്ല, 3 കൊണ്ടും കൂടി ഹരിക്കാൻ പറ്റും. അപ്പോൾ 9 ഇല്ല. 10 ഉണ്ടോ? ഇല്ല. 11 ഉണ്ട്. പിന്നെ ഏതാ? 12 ഇല്ല, 13 ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈം നമ്പർ സാറേ? 2, 3, 5, 7, 11, 13 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അടുത്തതായി മക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രൈം നമ്പറുകളിൽ ഏത് 2 നമ്പറിനെ ഗുണിച്ചാൽ മാത്രമാണ് 0 കിട്ടുക എന്നുള്ള. ഇതത്രയും പ്രൈം നമ്പർ ഉണ്ട്, മുന്നോട്ടും ഉണ്ട്. 13 കഴിഞ്ഞാൽ 14 ഇല്ല, 5 ഇല്ല, 16 ഇല്ല, പക്ഷെ 17 ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പ്രൈം നമ്പേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ മക്കൾ മനസ്സിലാക്കണം, 3-നെയും 7-നെയും കൂടി ഗുണിച്ചാൽ എത്ര കിട്ടുക? 21 സാറേ കിട്ടുക. എൻ്റെ 0 ഉണ്ടോ? ഇല്ല സാറേ. ഓക്കെ, 3-നെയും 11-നെയും കൂടി ഗുണിച്ചാൽ 33 സാറേ കിട്ടുക. എൻ്റെ 0 ഉണ്ടോ? ഇല്ല. 5-നെയും 13-നെയും കൂടി ഗുണിച്ചാൽ 65 സാറേ കിട്ടുക. എൻ്റെ 0 ഉണ്ടോ? ഇല്ല. 2-നെയും 7-നെയും കൂടി ഗുണിച്ചാൽ 14 സാറേ കിട്ടുക. എൻ്റെ 0 ഉണ്ടോ? ഇല്ല. 2-നെയും 13-നെയും കൂടി ഗുണിച്ചാൽ 26 സാറേ കിട്ടുക. എൻ്റെ 0 ഉണ്ടോ? ഇല്ല. 2-നെയും 7-നെയും കൂടി ഗുണിച്ചാൽ 14 കിട്ടുക. എൻ്റെ 0 അല്ല. 2-നെ 5-നെയും കൂടി ഗുണിച്ചാൽ 10 കിട്ടുക. എൻ്റെ 0 ഉണ്ട്. അതായത് 2-നെയും 5-നെയും തമ്മിൽ നിങ്ങളൊന്ന് ഗുണിച്ച് നോക്ക്, 10 കിട്ടും. അപ്പോൾ അതിൻ്റെ എൻഡിൽ 0 ഉണ്ട്. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സിൽ അഭാജ്യ സംഖ്യകൾ തമ്മിൽ എങ്ങനെയൊക്കെ ഗുണിച്ചാലും ഈ 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ മാത്രമേ 0 ഉണ്ടാവൂ. ഇത് എന്തിനാ ഇവിടെ പറയുന്നത്? കാരണം ഒരു സാധനത്തിൻ്റെ എൻഡിൽ എത്ര 0 ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ പ്രൈം നമ്പേഴ്സിൽ 2-നെയും 5-നെയും തമ്മിൽ ഗുണിച്ചാൽ മാത്രമേ നമുക്ക് 0 കിട്ടൂ. ആണല്ലോ? അപ്പോൾ 2 × 5 ചെയ്താലാണ് നമുക്ക് 10 കിട്ടുക. അപ്പോൾ ഇവിടെ എത്ര 0 ഉണ്ട് മുത്തുവോ? പറ. 1 0 ഉണ്ട്. എത്ര 0 ഉണ്ട്? 1 0 ആണ് നമുക്കുള്ളത്. അതായത് ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണിത്? യെസ്, 2⁻1 ആണ്, 5⁻1 ആണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് ആയിട്ട് എന്താണ് വന്നത്? ഒറ്റ 0 ആണ് വന്നത്. അപ്പോൾ നോക്കടാ, 2⁻2 × 5⁻2 എത്ര 0 ആയിരിക്കും വരിക? ഭയങ്കരമായിട്ട് ആലോചിക്കൊന്നും വേണ്ട. എത്ര 0 ആയിരിക്കും വരിക സാറേ? 2⁻1 5⁻1 ഇതിൻ്റെ 2-ന്റെ മുകളിൽ 1 ആണെങ്കിൽ ഓക്കെ, 1 0. അപ്പോൾ 2-ന്റെ മുകളിൽ 2 ആണെങ്കിൽ സാറേ എത്ര? 2 0. അങ്ങനെയെങ്കിൽ 2⁻3 × 5⁻3 ആണെങ്കിൽ എത്ര 0 സാറേ വരിക? 3 0. സിമ്പിളാ. പക്ഷേ ഇനി ട്വിസ്റ്റ് വരാൻ പോവാണ്. സാറേ 2⁻4 × 5⁻7 ആണെങ്കിൽ എത്ര 0 ആയിരിക്കും സാറേ എൻഡിൽ വരിക? എത്ര 0 ആയിരിക്കും സാറേ വരിക? 4 ആണോ 7 ആണോ? 4 ആണോ 7 ആണോ? 4 ആണോ 7 ആണോ? ഇവിടെ ഒക്കെ സെയിം വന്നുകൊണ്ട് കുഴപ്പമില്ല അതിനു അല്ലേ? 2-നും 5-നും മാത്രമേ 0 ഉണ്ടാക്കാൻ പറ്റൂ. ഇവിടെ 2-ന്റെ മുകളിലും 3, 5-ന്റെ മുകളിലും 3.
ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു 3 0 ഉണ്ടാക്കാൻ പറ്റും. അതായത് അങ്ങനെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കി 2⁴ × 5⁷. ഇതിൻ്റെ എൻഡിൽ എത്ര 0 ഉണ്ടാകുക? 4 ആണോ അതോ 7 ആണോ? യെസ്. അപ്പോൾ മക്കൾ നോക്കണം, ഇതിൽ ഏറ്റവും ചെറുതാരാണ്? മുകളിലുള്ളതിൽ 4 ആണോ 7 ആണോ? സർ 4 ആണ് സാർ. അപ്പോൾ നമ്മൾ പറയും 4 0 ആണ് സാർ ഇതിൻ്റെ എൻഡിൽ ഉണ്ടാകുക. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് മക്കൾ പറ 2⁹ × 5⁴. ഇതിൻ്റെ എൻഡിൽ എത്ര 0 ഉണ്ടാവും? വേഗം പറ. 2നും 5നും 0 ഉണ്ടാക്കാൻ പറ്റൂലേ? ഓക്കെ, ഇവർക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ ഇവരെ മാത്രം നോക്കുക. ഇനി ഇവരുടെ മുകളിൽ ഏതാ ചെറുതുള്ളത്? സാറേ 4 ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് 0 ആയിരിക്കും? 4 ആയിരിക്കും നമ്പർ ഓഫ് സീറോസ്. ഓക്കെ, സെറ്റ് സാറേ. ഇനി അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ? 2⁹ × 5⁷. ഇത് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഇപ്പം ഈ ഇന്ത്യയിലുണ്ടോ? ഈ വീഡിയോ കാണുന്ന ആരും ഉണ്ടോടാ? ഇല്ല സാറേ. 2ഉം 5ഉം ഓക്കെ, 2നെ കൊണ്ടും 5നെ കൊണ്ടും ആണ് 0 ഉണ്ടാക്കാൻ പറ്റുക. ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? യെസ് സാർ, ഇതിൻ്റെ മുകളിലുള്ളതിൽ ആരാ ചെറുത്? സാറേ 7 ആണ് സാറേ ചെറുത്. അപ്പം നമ്പർ ഓഫ് സീറോസ് എത്ര സാറേ? 7 ആണ് സാറേ. സിമ്പിൾ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത പരിപാടി കുറച്ച് വലുതായിക്കോട്ടെ അല്ലേ? സർ 2⁵ × 10⁻⁶ × 3⁻7. സാറേ ചുമ്മാ മുകളിൽ ആരാ ഉള്ളത്? അതിൽ ചെറുത് അങ്ങ് എഴുതൂടല്ല വേണ്ടേ? നമ്മൾ അതിന് ആദ്യം എന്തൊരു കാര്യം പറഞ്ഞു? സാർ എന്താ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ സാർ, 2 പ്രൈം ആണ് സാറേ, 3 പ്രൈം ആണ് സാറേ. 10 പ്രൈം ആണോ സാറേ? 10 പ്രൈം അല്ല സാറേ. 10 പ്രൈം ആണോടാ? അല്ല. അപ്പോൾ ഈ 10നെ ആദ്യം നമ്മൾ പ്രൈം നമ്പർ ആക്കി മാറ്റണം. എന്നിട്ടേ നമ്മൾ ആ മുകളിലോട്ടൊക്കെ ഉള്ള കണക്കുകൾ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കോളേടാ. 2⁵ ഇവിടെ തന്നെ നോട്ടെ. ഈ 10നെ എങ്ങനെയാ സാറേ പ്രൈം ആവുക? ഇൻറ്റു ഇവിടെ ഉണ്ട്. 10നെ എങ്ങനെയാ സാറേ ഞാൻ പ്രൈം ആക്കുക? ഈ 10നെ ഞാനിപ്പോൾ എങ്ങനെ ഒന്ന് മാറ്റി ചെയ്താ? ആലോചിച്ച് നോക്കടാ. ഈ 10നെ ഞാൻ എങ്ങനെ മാറ്റി ചെയ്താൽ പ്രൈം ആക്കുക? എടാ സിമ്പിൾ ഇല്ലേ? 10നെ 2 × 5 എന്ന് മാറ്റി ചെയ്താലോ? മാറ്റി ചെയ്താം. പിന്നെ ഇതിൻ്റെ മുകളിൽ ആരാ ഉള്ളത്? സാറേ 6 ആണുള്ളത്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? × 3⁻7 3⁻7 ആണ് സാറേ ഉള്ളത്. ഓക്കെ. ഇനി എന്താ സാറേ ചെയ്യുക? സാർ ഇവിടെ 2⁵ ഉണ്ട്. ഓക്കെ, ഇൻറ്റു ഇവിടെ 2 × 5 അതിൻ്റെ രണ്ടിൻ്റെയും കൂടി മുകളിൽ 6 എന്നാണുള്ളത്. അപ്പോൾ ഈ 2 × 5 അതിൻ്റെ മുകളിൽ 6 m ഓൾറേജ്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ശരിക്കും ഈ 2നും ഈ 6 വേണം, ഈ 5നും 6 വേണം. അപ്പോൾ 2നും 6 കൊടുത്ത് നമ്മൾ × 5നും 6 കൊടുത്തു. ഓക്കെ, ഇൻറ്റു ഈ സാധനം 3⁻7. സാറേ ഇനി എന്താ ചെയ്യുക? സാറേ ഇവിടെ ഒരു 2⁵ ഉണ്ട്, × 2⁻6 ഉണ്ട്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു a⁻m × a⁻n ആണെങ്കിൽ അതിനെ നമ്മൾ a⁻m + n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് നോക്ക്, 2⁵ × 2⁻6 ആണെങ്കിൽ അതിനെ നമുക്ക് 2⁵ + 6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ × 5⁻6 × 3⁻7. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിച്ചു നീട്ടി ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയോളേടാ. 2⁵ 5 + 6 എത്ര? 11 ആണ് സാറേ. × 5⁻6 × 3⁻7. സാർ ഇപ്പം നമ്മൾ എന്തായി? ഈ 2 ഇതും പ്രൈമായി, ഇതും പ്രൈമായി സാറേ, അഭാജ്യ സംഖ്യയായി. ഇനി നമുക്ക് എണ്ണം ഇതിൻ്റെ എൻഡിൽ എത്ര നമ്പർ ഓഫ് 0 ഉണ്ട്? സാറേ ഞങ്ങൾക്കറിയാം 2നെ കൊണ്ടും 5നെ കൊണ്ടും മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റൂ? 0 ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ സാറേ ഇവനെ നോക്കി തന്നെ വേണ്ട. ഇനി 2ൻ്റെ 5ൻ്റെ മുകളിലേക്ക് നോക്കുക സാറേ. 2ൻ്റെ മുകളിൽ 11, 5ൻ്റെ മുകളിൽ 6. ഇതിൽ ഏതാ ചെറുത് സാറേ? 6 ആണ് സാറേ ചെറുത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സാർ ഇവിടെ 6 നമ്പർ ഓഫ് സീറോസ് ആണ് ഉണ്ടാകുക. സെറ്റാണല്ലോ. ഓക്കെ, ഇവിടെ ഏത് റിസൾട്ട് നമ്മൾ ഉപയോഗിച്ചത്? 2 × 5 all⁻6നെ 2⁻6 × 5⁻6 എന്ന് എഴുതി. അതുപോലെ നമുക്ക് a × m അല്ലെങ്കിൽ a × b whole⁻m അല്ലെങ്കിൽ n എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഈ എക്കും n വേണം, അതുപോലെ × ഈ ബിക്കും എന്ത് വേണം? n വേണം. അപ്പോൾ നിങ്ങൾ എവിടെ 2 × 5 അതിൻ്റെ മുകളിൽ 6 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ 2ക്ക് 6 കൊടുക്കണം, 5നും 6 കൊടുക്കണം. അതുപോലെ ഒരേ സാധനത്തിൻ്റെ മുകളിൽ 2⁵5 × പിന്നെയും 2�6 ആണെങ്കിൽ ഈ 2 ഒറ്റ പ്രാവശ്യം എഴുതുക, എന്നിട്ട് 5 + 6 ആണ് എഴുതേണ്ടത്. ഓക്കെ സാർ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ് സാറേ? ഇവിടെ എന്താണ്? 2നെ കൊണ്ടും 5നെ കൊണ്ടും മാത്രമേ 0 ഉണ്ടാക്കാൻ പറ്റൂ. അതിൻ്റെ മുന്നേ നമ്മൾ അറിയേണ്ടത് എന്താണ്? ഇങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ ഇതിൽ എല്ലാവരും പ്രൈം നമ്പർ ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ പ്രൈം അല്ലാത്തവനെ പ്രൈം നമ്മൾ ആക്കി എഴുതണം സാറേ.
അങ്ങനെയെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് സീറോസ് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ സാർ, ഈ 4 എന്നുള്ളത് എന്തല്ല സാറേ, പ്രൈം നമ്പർ ആണോ സാറേ ഇത്? അല്ല സാറേ. അപ്പോൾ ഈ 4നെ ഞാൻ എന്താക്കി 2 × 2 എന്ന് എഴുതി. ഇനി 4ൻ്റെ മുകളിൽ 3 ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ മുകളിൽ എഴുതി, മാറ്റമൊന്നുമില്ല. ഇനി ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. 5⁻6 എന്തോ മാറ്റമുണ്ടോ? ഇൻറ്റു ഉണ്ടോ? ഇല്ല. 7⁻, ഇതെന്താ ബോർഡ്, 11 × 11⁻2. ഒരു മാറ്റവും ഇല്ല, കാരണം 5ഉം 7ഉം 11ഉം ഒക്കെ പ്രൈം ആണ്. ഇനിയോ സാറേ, ഈ 2 × 3 എന്ന് പറഞ്ഞാൽ ഈ 2നും 3 കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻറ്റു ഇപ്പുറത്തുള്ള 2നും നമ്മൾ എന്ത് കൊടുക്കണം? 3 കൊടുക്കണം സാറേ. ഇനിയോ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. എന്തോരോന്ന് എഴുതി വെക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെറുതാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനിയോ സാറേ, 2ൻ്റെ മുകളിൽ 3, പിന്നെയും 2ൻ്റെ മുകളിൽ 3. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2ൻ്റെ മുകളിൽ ഈ 3യും 3 കൂടി കൂട്ടി 6 എന്ന് എഴുതിയാൽ മതി സാറേ. ഇൻറ്റു 5⁻6 ഇൻറ്റു 7⁻11 ഇൻറ്റു 11⁻2. സാറേ ഇപ്പം എല്ലാവരും പ്രൈം ആയില്ലേ സാറേ? 2ഉം 5ഉം 7ഉം 11ഉം പ്രൈം നമ്പറായി, അഭാജ്യസംഖ്യയായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടി, 7നെ കൊണ്ട് പറ്റുമോ? ഓനെ കൊണ്ട് പറ്റൂല സാറേ. 11നെ കൊണ്ട് പറ്റുമോ? ഓനെ കൊണ്ട് പറ്റൂല സാറേ. 2നെ കൊണ്ടും 5നെ കൊണ്ടും മാത്രമേ 0 ഉണ്ടാക്കാൻ പറ്റൂ. ഇനി എത്ര 0 ആണ് ഉണ്ടാക്കുക? ഇതിൻ്റെ മുകളിലോട്ട് നോക്ക്, രണ്ടും സെയിം നമ്പർ. അപ്പോൾ അതേ നമ്പർ തന്നെ 6. ഇനിയിപ്പോൾ ഇവിടെ 5 ഇവിടെ 8 ആയിരുന്നെങ്കിലോ, കുറഞ്ഞതാണ് എടുക്കേണ്ടി. എത്ര? 5 എടുക്കേണ്ടി. രണ്ടും സെയിം ആണെങ്കിൽ അതന്നെ അങ്ങ് എഴുതുക. ഇതിൽ കൂടിയും കുറഞ്ഞും ഉണ്ടോ? ഒറ്റ നമ്പറേ ഉള്ളൂ, അത് എഴുതുക. ഓക്കെ. രണ്ട് വേറെ വേറെ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിൽ കുറഞ്ഞത് എടുക്കുക. സോ ഇനി നിങ്ങൾക്ക് ഏതും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാനിതാ നിങ്ങൾക്ക് ഒരു 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 എന്ത് തരാൻ പോവാണ്? ഹോംവർക്ക് തരാൻ പോവാണ്. 2⁻3 ഇൻറ്റു 3⁻4 ഇൻറ്റു 5⁻6 ഇൻറ്റു 7⁻2 ഇൻറ്റു 10⁻2. ഇതിൻ്റെ എൻഡിൽ എത്ര സീറോസ് ഉണ്ട് എന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഈ സാധനം നിങ്ങൾക്ക് സെറ്റായി. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാവരും പ്രൈം ആണോ എന്ന് നോക്കുക. 2 പ്രൈം ആണ്. ഓക്കെ, ഇതിലൊരു സാധനം ഞാൻ വിട്ടുപോയി. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാൻ ഡിഫിക്കൽട്ട് ആക്കാൻ പോവാ. ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്നും കൂടി ഡിഫിക്കൽട്ട് ആക്കാൻ പോവാണ്. ഓക്കെ, ഇൻറ്റു 4⁻3 കൂടി ഞാൻ ഇവിടെ ഇടാൻ പോവാണ്. ഇതിൻ്റെ എൻഡിൽ എത്ര 0 ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ 2, 3, 4, 5, 7, 10 ഒക്കെ പ്രൈം ആണോ നോക്കുക. ആണോ? 2 പ്രൈമാണ്, 3ഉം ആണ്, 4 പ്രൈമല്ല, 5 പ്രൈമാണ്, 7 പ്രൈമാണ്, 10 പ്രൈമല്ല. അപ്പോൾ പ്രൈം അല്ലാത്തവരെന്ത് ചെയ്യുക? പ്രൈം ആക്കി എഴുതുക. ആ പ്രൈം ആക്കി എഴുതുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2⁻10 ഇൻറ്റു 2⁻2 എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് എങ്ങനെ എഴുതണം? ഈ 2 ഒറ്റ പ്രാവശ്യം എഴുതുക. എന്നിട്ട് ഈ 10ഉം 2 കൂടി കൂട്ടി 12 എന്ന് എഴുതുക. ഓക്കെ, ഇങ്ങനെ ആക്കി മാറ്റി എഴുതുക. ഇങ്ങനെ മാറ്റി എഴുതുക. ഈ സാധനം ഇങ്ങനെ മാറ്റി എഴുതുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2നെ കൊണ്ട് 5നെ കൊണ്ട് മാത്രമേ 0 ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മാർക്കുക. ഇനി 2ൻ്റെയും 5ൻ്റെയും മുകളിൽ ആരാ ഉള്ളത് നോക്കുക. അതിൽ ചെറിയ ആളെ എടുത്താൽ മതി. സിമ്പിൾ മാറ്റർ. അങ്ങനെയെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ആൻസർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. സോ സെറ്റ് ആണല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷേ ഇത് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.